കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ പുതിയൊരു കുതിപ്പിലേക്ക് നമ്മളെല്ലാവരും ഒന്നിച്ചു വരണം എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. ചെർക്കള, ജാൽസൂർ, മടിക്കേരി, മൈസൂർ, ബാംഗ്ലൂർ റോഡ് പറഞ്ഞു വരുമ്പോൾ കേരള കർണാടക ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്നും ദക്ഷിണ കർണാടകയിലേക്ക് അപ്രോച്ച് വരുന്ന ഒരു റോഡ്. വളരെയധികം പ്രാധാന്യമുള്ള കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും ടൂറിസം വരെ ബന്ധിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന അത്രയധികം പ്രാധാന്യമുള്ള ഒരു റോഡ് തന്നെയാണ്. അതിനെ എന്തുകൊണ്ട് നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിന് വിട്ടുകൊടുക്കാൻ സാധിക്കുന്നില്ല? അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഉണ്ടാവുന്ന ഒരു മാറ്റം എന്തൊക്കെയാണ്? കേരള സംസ്ഥാനത്തെയും അതേപോലെ തന്നെ കർണാടക സംസ്ഥാനത്തെയും ബന്ധിപ്പിക്കുമ്പോൾ ടൂറിസം, ആയുർവേദം, ഗതാഗത ചരക്ക് നീക്കം, അങ്ങനെ ഒരുപാട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് ചെർക്കള ജാൽസൂർ വഴി തുറക്കാൻ പോകുന്നത്. എന്നാൽ നാളിതുവരെയായിട്ടും അതിനു വേണ്ട ഒരു ചെറു വിരൽ പോലും അനക്കാൻ നമ്മുടെ അധികൃതർ തയ്യാറാവുന്നില്ല. മാത്രവുമല്ല, ഇവിടുത്തെ ഒരു ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട്. മൈസൂർ, അതേപോലെ തന്നെ കൂർഗ്, ബേക്കൽ ഫോർട്ട്, ഇതൊക്കെയും ബന്ധിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റോഡായതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയിലെ വലിയൊരു നവോത്ഥാനമാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ എന്ത് വികസനങ്ങൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതൊക്കെയും വളരെ സുതാര്യമായ രീതിയിൽ നടത്തിയെടുത്ത് പകരം കേന്ദ്ര സർക്കാരിൻ്റെ റിസർവ് വനങ്ങളും മറ്റും ഏറ്റവും മനോഹരമായ സുതാര്യമായ രീതിയിൽ മാറ്റിയെടുത്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു നാഷണൽ ഹൈവേ കൊണ്ടുവരാൻ സാധ്യതയുള്ള വഴി കൂടിയാണ് ചെർക്കള ജാൽസൂർ മൈസൂർ മടിക്കേരി ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ട് അതിനുവേണ്ടി ആരും മുന്നോട്ട് വരുന്നില്ല? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു പാത തുറക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ജനവാസം, ജനങ്ങൾക്ക് ആശുപത്രി, മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഈ ഒരു സാധ്യതയെ തള്ളിക്കളയാതെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വലിയൊരു പ്രക്ഷോഭവും അല്ലെങ്കിൽ വലിയൊരു ആവശ്യം നേടിയെടുക്കാനുള്ള പുതിയൊരു കുതിപ്പിലേക്ക് നമ്മളെല്ലാവരും ഒന്നിച്ചു വരണം എന്ന് തന്നെയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്.